സമയം വെളുപ്പിന് 4:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്നെ ഈ 4:30 വായി വിളിച്ച് നിങ്ങളോട് സംസാരിക്കണതല്ലേ. വണ്ടിയെ നിലവിൽ ആരുമില്ല. ഞങ്ങളെ മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ പോവാണ്. മലരിക്കൽ ആമ്പൽപ്പാടം സത്യം പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഉണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ കാണാൻ പോവാണ്. ഇറങ്ങിയതാണ് 6:15 മലരിക്കൽ വന്നു. മലരിക്കൽ വന്നു കഴിയുമ്പം ശരിക്കും നമ്മൾ ഗൂഗിൾ മാപ്പ് പ്രകാരം ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അവിടെ അധികം എന്താ പറയുക പൂക്കളൊന്നുമില്ല. ശരിക്കും മലരിക്കൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ റൂട്ട് മാപ്പ് വെച്ചിട്ട് ആ ഭാഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പാലം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മനോഹരമായ ഏകദേശം 650-ലേറെ ഏക്കറിൽ ആമ്പൽപ്പാടങ്ങൾ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു ഒക്ടോബറോട് കൂടി ഇത് തീരും. അത് കഴിഞ്ഞിട്ട് അവർ കൃഷി ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ വരെയുള്ളൂ, അതായത് കൃത്യം ഏകദേശം ഒരാഴ്ച കൂടി ഉള്ളൂ നിങ്ങൾക്ക് ആമ്പൽപ്പാടം കാണാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ. ഇത് എത്ര ഭംഗിയാണെന്നുള്ളത് പറഞ്ഞാലും മതിയാകില്ല. കാരണം അത്ര രസമാണ്. ആ കളറും അതിൻ്റെ ഇടയ്ക്ക് നിന്നുള്ള ഫോട്ടോസും എല്ലാം കൂടി ഉള്ള ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര ദശ. ശരിക്കും ഞാൻ UK-ലൊക്കെ ഉള്ള സമയത്ത് ഒരു 3-4 വർഷമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീല് കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇത് പോയെന്ന് കാണണമെന്ന്. ഏതായാലും ഞങ്ങൾ കുറച്ച് പേരുടെ ആഗ്രഹം ഈ പ്രാവശ്യമാണ് സാക്ഷാത്കരിച്ചത്. കുറേയേറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പല ആളുകളുടെ പാടങ്ങളാണ്. ഇനിയിപ്പം ഈ ഒക്ടോബർ കഴിയുമ്പോഴത്തേക്കും അവരിതെല്ലാം കളനാശിനി ഇട്ട് കളഞ്ഞ് അവിടെ എല്ലാം നെൽകൃഷി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ നെൽകൃഷിയൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതായാലും ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് മലരിക്കൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്ന് ആമ്പൽപ്പാടം കാണാൻ ശ്രദ്ധിക്കുക. രണ്ടെന്ന് പറയുന്നത് ബോട്ടിനൊക്കെ ഫിക്സ്ഡ് ചാർജ് കേട്ടോ. 1000 റുപ്പീസാണ് അവർ ബോട്ടിന് ചാർജ് ചെയ്യുന്നത്. അത് ഞങ്ങളിപ്പോൾ 5 പേരുണ്ടായിരുന്നുകൊണ്ട് അത് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് വന്നിട്ട് വള്ളത്തെ പോകുമ്പോൾ 100 രൂപ എങ്ങാണ്ടേ വരത്തുള്ളൂ. പക്ഷേ ഇത് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. കുറേ നേരം നമ്മുടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ആയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം വരാനുള്ളവർ പെട്ടെന്ന് തന്നെ മലരിക്കലോട്ട് പോരെ. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ളപ്പോൾ ഇത് കാണാതെ നമ്മൾ എവിടെ പോയാലും എന്ത് ഗുണമുള്ളത്. നിറയെ ആമ്പൽപ്പൂക്കളൊക്കെ പറിച്ച് ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് കയറി കേട്ടോ. ഈ ആഴ്ചയും കൂടി ഉള്ളൂ അവിടുത്തെ മലരിക്കലെ ആമ്പൽപ്പാടം എന്ന് പറയുമ്പോൾ. അത് കഴിയുമ്പോഴത്തേക്ക് അവർ ഇതെല്ലാം മാറ്റിയിട്ട് ഇനി നെൽകൃഷി ചെയ്യും. അപ്പോൾ നിങ്ങൾ വരേണ്ടവർ പെട്ടെന്ന് തന്നെ ഒക്ടോബർ 1 മുമ്പ് ഒന്ന് വന്ന് കണ്ടുപോക്കോളൂ കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്, ചൂടൊക്കെ തുടങ്ങാറായി, AC വെക്കേണ്ട കാര്യം മറന്നു പോകണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു റെഫറൻസ് തരാം. ഹാംസ്റ്റർ AC നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡാണ് ഹാംസ്റ്റർ AC എന്ന് പറയുന്നത്. അത് ട്രൈ ഹൈബ്രിഡ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള AC ഹാംസ്റ്റർ AC. പിന്നെ ഇതിന് കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ 2 സ്ഥലത്തേക്കും 5 വർഷം വാറണ്ടി കിട്ടുന്ന ഒരേ ഒരു AC കമ്പനി കൂടിയാണ് ഹാംസ്റ്റർ. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അവരുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്തേച്ചാൽ മതി കേട്ടോ.